ആഗോള ആഭ്യന്തര വിപണികളെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ട് എത്തുന്നത് ഇൻ-ഹൗസ് എക്സ്പേർട്ട് ആയിട്ടുള്ള മിസ്റ്റർ പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അൻല, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ഇന്നലത്തെ നമുക്കൊരു US വിപണിയിലേക്ക് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പൊതുവെ നമുക്കൊരു പോസിറ്റീവ് മൊമെൻറ്റം തന്നെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഡൗ ജോൺസ് സൂചികയിൽ ഒരു ഫ്ലാറ്റ് സ്റ്റോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചതെങ്കിൽ നാസ്ഡാക്കിലും S&P 500 സൂചികയിലും കൃത്യമായിട്ടൊരു മുന്നേറ്റം തന്നെയാണ് കാണുന്നത്. അമേരിക്കൻ വിപണികളുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അമേരിക്കൻ വിപണിയിലെ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ നമുക്ക് അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 4-5 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ലെവൽ ആദ്യത്തെ 46,000 പോയിന്റ്, അത് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ 45,400 പോയിന്റും. ഈ രണ്ട് സപ്പോർട്ട് ലെവൽസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറാൻ ചാൻസസ് ഉണ്ട്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും വളരെ സിമിലർ ആയിട്ട് ഒരു പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. നാസ്ഡാക്ക് ഇൻഡെക്സ് കഴിഞ്ഞ ആഴ്ച 10-ാം തീയതി ആയിരുന്നു നമുക്ക് ഒരു ഓൾ ടൈം ഹൈ നൽകിയത്. അതിനുശേഷം ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഒന്നും തന്നെ നമുക്ക് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ലെവൽ 24,250 പോയിന്റ് ആയിരിക്കും. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് നാസ്ഡാക്കിന്റെ കേസും ബെയറിഷായി മാറും. കമ്മോഡിറ്റി മാർക്കറ്റിൽ സ്വർണ്ണത്തിലേക്ക് വരുമ്പോൾ സ്വർണ്ണത്തിൻ്റെ ആ ഒരു റാലി നിൽക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഒക്ടോബർ 13 ശേഷം, അതായത് ഈ ഒരു ആഴ്ച ആരംഭത്തിന് ശേഷം ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോൾ വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റമാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇന്നത്തെയും ഏർലി അവേഴ്സിൽ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സ്വർണ്ണത്തിന് സാധിക്കുന്നുണ്ട്. ട്രോയ് ഔൺസിൽ $4,240.96 എന്നൊരു നിലയിലേക്കാണ് സ്വർണം കുതിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാതെ തുടർച്ചയായിട്ടുള്ള ഒരു മുന്നേറ്റത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഗോൾഡിൽ ഇനിയും ഒരു നിയർ ടേമിലെങ്കിലും ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഒരു സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? അല്ല, നമ്മൾ സ്വർണത്തിന്റെ കേസിൽ ഇതുവരെയും കാണാത്തൊരു ബുള്ളിഷ് റാലിയ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറ്റ് ഇസ് അൺപ്രീസിഡന്റഡ്. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ $4,200 ലെവലിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബട്ട് ഇതിൽ നമ്മൾ ആസ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ഓർക്കേണ്ട ഒരു കാര്യം, കറക്ഷൻ ഇല്ലാതെ സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ, ഏത് കമ്മോഡിറ്റി ആണെങ്കിൽ ആവട്ടെ, കറക്ഷൻ നടക്കുന്ന സമയത്ത് അതിന് തുല്യമായിട്ടൊരു ശക്തമായിട്ടൊരു കറക്ഷൻ ആയിരിക്കും നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. കൈവശം പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ പ്രോ ആക്റ്റീവായിട്ട് അത് മാനേജ് ചെയ്തിട്ട് പോകാം. സർ, ക്രൂഡിലേക്ക് വരികയാണെങ്കിൽ ക്രൂഡിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിലാണ് ഇന്നിപ്പോൾ ക്രൂഡിൽ ട്രേഡിംഗ് നടന്നു വരുന്നത്. തുടർച്ചയായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രത്യേകിച്ചും ഒക്ടോബർ 8 ശേഷമൊക്കെ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും കൂടുതലായിട്ടും ഒരു ബിയറിഷ് സെന്റിമെന്റ്സിനാണ് നിലനിൽക്കുന്നതെന്നാണ് കാണുന്നത്. സോ ക്രൂഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ക്രൂഡ് ഓയിലിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ക്രൂഡിന്റെ കേസിൽ നമുക്ക് അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ബോട്ടം കണ്ടുവന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. പൂർണ്ണമായിട്ടും ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ സപ്പോർട്ട് ലെവൽ $57 ലെവൽ. ക്രൂഡിന്റെ കേസിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുമെങ്കിൽ $64 ലെവലിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് അറ്റ് ദിസ് പോയിന്റ് ഇൻ ടൈം അത് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി കാണാൻ സാധിക്കുന്നില്ല. ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ 2 ദിവസത്തെ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് ശേഷം ഇന്നലെ വളരെ ശക്തമായിട്ടുള്ള തിരിച്ചുവരവായിരുന്നു വിപണിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ത്രൂ ഔട്ട് ദ ഡേ പരിശോധിക്കുകയാണെങ്കിൽ ഓരോ ഇടിവിലും നിക്ഷേപകർ ഒരു അവസരമാക്കി കണക്കാക്കിക്കൊണ്ട് ഒരു ഹൈ ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് മൊമെൻറ്റം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. ഇന്നലത്തെ ഒരു ഡേ ഹൈ പരിശോധിക്കുകയാണെങ്കിൽ 25,365.15 എന്നൊരു നിലയാണ് എത്തിയിരിക്കുന്നത്. ആ ഒരു ലെവലിന് ഓൾമോസ്റ്റ് അടുത്ത് നിന്നുകൊണ്ട് 25,323.55 എന്ന നിലയിലാണ് ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. സോ നിഫ്റ്റി 50-ലുള്ള ഈ ഒരു തിരിച്ചുവരവിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തിയിരിക്കുന്നത്? ഇതൊരു ഷോർട്ട് കവറിംഗ് മാത്രമാണോ അതോ ഒരു ട്രെൻഡ് റിവേഴ്സലുള്ള ഒരു ഇൻഡിക്കേഷനായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുമോ? നിഫ്റ്റി 50-യുടെ കേസിൽ ഓൾറെഡി ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിരുന്നു. സോ നമ്മൾ കഴിഞ്ഞ 2-3 ട്രേഡിംഗ് സെഷൻസിൽ കണ്ടത് വളരെ ഹെൽത്തി ആയിട്ടൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ റെസിസ്റ്റൻസിൽ 27,400 പോയിന്റ് ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ലെവലിൽ നിന്നും ഒരു 200 മുതൽ 250 പോയിന്റിന്റെ
നേട്ടം നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ സപ്പോർട്ട് 25,000 പോയിന്റ് ആയിരിക്കും. സർ, ഇപ്പോൾ തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് കൂടി വരികയാണ്. ബാങ്ക് നിഫ്റ്റിയിലും ഇന്നലെ ഒരുപക്ഷെ നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും അത്ര വളരെ ഹെവി ആയിട്ടൊരു മൂവ്മെൻറ്റ് അല്ല എങ്കിൽ പോലും ശക്തമായിട്ടൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് തന്നെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. 56,799.91 എന്ന നിലയിലാണ് ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയിലുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ളൊരു വിലയിരുത്തൽ എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും അറ്റ് ദിസ് പോയിന്റ് നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട രണ്ട് മേജർ റെസിസ്റ്റൻസ് ലെവൽ, ആദ്യത്തെ 57,500, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 58,000 പോയിന്റ്സ്. സർ, ഇന്നലെ അതിനോടൊപ്പം തന്നെ മികച്ച മുന്നേറ്റം നടത്തിയൊരു സെക്ടർ എന്ന് പറയുന്നത്, സ്റ്റാർ പെർഫോമിംഗ് സെക്ടർ എന്ന് പറയാൻ സാധിക്കുന്നത് PSU ബാങ്ക് ഇൻഡെക്സ് ആയിരുന്നു. PSU ബാങ്ക് ഇൻഡെക്സിനെ സംബന്ധിച്ചിട്ട് 1.5% നേട്ടം നൽകിക്കൊണ്ടാണ് PSU ബാങ്ക് ഇൻഡെക്സിൻ്റെ ഇന്നലെ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ട്രേഡിംഗ് സെഷൻസ് ഉണ്ട്. കൃത്യമായി പറയുകയിൽ സെപ്റ്റംബർ 10 ശേഷം ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും, സെപ്റ്റംബർ 10 ഉപരി സെപ്റ്റംബറിലെ ഒരു ഫസ്റ്റ് വീക്കിന് ശേഷം ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ട് ബാങ്ക് നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും വളരെ ശക്തമായിട്ട് ഔട്ട് പെർഫോമൻസ് നടത്താനായിട്ട് നിഫ്റ്റിയുടെ ഈ ഒരു PSU ബാങ്ക് ഇൻഡെക്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ PSU ബാങ്ക് ഇൻഡെക്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? PSU ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് വളരെ ബുള്ളിഷ് ഒരു അണ്ടർടോൺ കാണാൻ സാധിക്കുന്നത്. PSU ബാങ്ക് ഇൻഡെക്സിന്റെ മുന്നിൽ ഇനി ഒരേ ഒരു റെസിസ്റ്റൻസ് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ഇത് പ്രധാനമന്ത്രി മോഡിയുടെ 2024 വിജയത്തിന്റെ തൊട്ട് മുൻപുള്ള ദിവസം, ദാറ്റ് ഇസ് ജൂൺ 13th നമുക്ക് ആ ഒരു ഓൾ ടൈം ഹൈ അറൌണ്ട് 8,075 പോയിന്റ്സ് കാണാൻ സാധിച്ചത്. മൈ എക്സ്പെക്ടേഷൻ താമസിക്കാതെ നമുക്ക് പുതിയൊരു ഓൾ ടൈം ഹൈ തന്നെ നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സിൽ കാണാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഇന്നലെ റിസൾട്ട് വന്ന ബാങ്കിങ് സെക്ടറിൽ ഒരു പ്രധാനപ്പെട്ട കമ്പനിയായിരുന്നു ആക്സിസ് ബാങ്ക്. മികച്ച നമ്പേഴ്സ് തന്നെയാണ് കമ്പനി ഇന്നലെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. നെറ്റ് പ്രോഫിറ്റിലടക്കം കൃത്യമായിട്ടൊരു വളർച്ച റിപ്പോർട്ട് ചെയ്യാനായിട്ടും സാധിച്ചിട്ടുണ്ടായിരുന്നു. ബ്രോക്കറേജുകളൊക്കെ വളരെ ബുള്ളിഷ് ആയിട്ട് ഔട്ട്ലുക്കാണ് ഈ ഒരു റിസൾട്ട് വന്നതിന് പിന്നാലെ ആക്സിസ് ബാങ്ക് ഓഹരികൾക്ക് നൽകിയിരിക്കുന്നത്. ഇനി ഓഹരികളിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇന്നലെ ഒരു 0.5% അധികം ഒരു ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസിലായിട്ടൊരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ് ആക്സിസ് ബാങ്ക് ഓഹരികൾ കാണാൻ സാധിച്ചത്. സോ ആക്സിസ് ബാങ്ക് ഓഹരികളിലുള്ള ഒരു മുന്നേറ്റത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒപ്പം തന്നെ ഈ ഒരു ക്വാർട്ടർലി നമ്പേഴ്സിലുള്ള താങ്കളുടെ ഒരു ഔട്ട്ലുക്ക് എന്താണ്? ക്വാർട്ടർലി നമ്പേഴ്സിന്റെ കേസിൽ എനിക്ക് പ്രത്യേകിച്ച് കമന്റ് ഒന്നുമില്ല. ഇറ്റ് ഇസ് വെരി മച്ച് അക്റ്റഡ് ലൈൻസ്. ബട്ട് ആക്സിസ് ബാങ്കിന്റെ ചാർട്ട് നോക്കുമ്പോഴേക്കും നമുക്ക് സെപ്റ്റംബർ മാസത്തിന് ശേഷം വലിയൊരു കുതിപ്പാണ് കാണുന്നത്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ബട്ട് കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം ആക്സിസ് ബാങ്കിന്റെ കേസിൽ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1,155 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ ഒരു മുന്നേറ്റം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ റെസിസ്റ്റൻസ് 1,220, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 1,250. സർ, അപ്പോൾ തന്നെ അദാനി ഗ്രൂപ്പിലേക്ക് കൂടി വരികയാണ്. അതിൽ ആദ്യത്തേത് അദാനി പോർട്സുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. അദാനി പോർട്സിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ കുറച്ചധികം ട്രേഡിംഗ് സെഷൻസിലായിട്ട് നല്ലൊരു മൂവ്മെൻറ്റ് കാഴ്ചവെച്ചൊരു ഓഹരി കൂടിയായിരുന്നു അദാനി പോർട്സ് എന്ന് പറയുന്നത്. ഇന്നലെയും 1.5% മുകളിലൊരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. പെർഫോമൻസ് വൈസ് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു ആഴ്ചക്കിടെ 3.5% മുകളിലൊരു നേട്ടം നൽകിയ ഓഹരി കൂടിയാണിത്. സോ അദാനി പോർട്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അദാനി പോർട്ടിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുമെങ്കിൽ 1,500 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1,375 രൂപയിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സർ, അടുത്തതായിട്ട് റീന്യൂവബിൾ എനർജി സെക്ടറിൽ പ്രവർത്തിക്കുന്ന ചില ഓഹരികളിലേക്കാണ് വരുന്നത്. അതിൽ ആദ്യത്തേത് ഐനോക്സ് വിൻഡുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഐനോക്സ് വിൻഡിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം വിലയിരുത്തൽ എന്താണ്? ഓഹരികളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇന്നലെ ഒരു 1% നേട്ടവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഐനോക്സ് വിൻഡ് ഓഹരികളുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഐനോക്സ് വിൻഡിന്റെ കേസിൽ നിലവിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണാൻ സാധിക്കുന്നത്. ബട്ട് ഷോർട്ട് ടേമിൽ നമുക്ക് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ആയിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് 151 രൂപ, അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 153, 155 രൂപ 50 പൈസ, 159 രൂപ, ഇത് മൂന്നുമായിരിക്കും ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ലെവൽ. 161 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രം ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും.
സർ, അപ്പം IREDയിലേക്ക് കൂടി വരികയാണ്. IREDയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ടോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ലോ ലെവൽസിലായിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ ആണ് പ്രധാനമായിട്ടും ഈ ഓഹരിയിൽ ഇപ്പോൾ കാണുന്നത്. സോ IRED ഓഹരികളുള്ള താങ്കളുടെ ലോങ് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? IREDയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയർഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ്വേസുമായി തുടരുന്നു. കഴിഞ്ഞ ഒരു 2-3 ആഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഒത്തിരി കൺസോൾട്ടേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 140, 160 ഈ റേഞ്ചിലാണ് കൺസോൾട്ടേഷൻ നടന്നു വരുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ സപ്പോർട്ട് 147 രൂപ. നമുക്കൊരു പുതിയ ബൈയിങ് അവസരം ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 165 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. സർ, അതിനോടൊപ്പം തന്നെ ചില ന്യൂ ഏജ് കമ്പനികളിലേക്ക് കൂടി വരികയാണ്. അതിൽ ആദ്യത്തേത് സ്വിഗ്ഗിയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. സ്വിഗ്ഗിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് 0.5% ഒരു നേട്ടമായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. കൃത്യമായിട്ട് പറയുമ്പോൾ ഒക്ടോബർ 7 ശേഷം ഈ ഓഹരിയിൽ ഒരു ബുള്ളിഷ് മൊമെൻറ്റം കൈവരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. സോ സ്വിഗ്ഗി ഓഹരികളുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സ്വിഗ്ഗിയുടെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയിട്ടാണ് തുടരുന്നു. ഹൈയസ്റ്റ് ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ 420 സപ്പോർട്ടായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. സ്റ്റോക്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 465. ചിലപ്പം തന്നെ എറ്റേണലിലേക്ക് കൂടി വരികയാണ്. ഇറ്റേണലിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെയും ഒരു ഓൾ ടൈം ഹൈയിലേക്കായിരുന്നു ഒരു ഓഹരി എത്തിയിട്ടുണ്ടായിരുന്നത്. 355.9 എന്ന നിലയിലാണ് ഇറ്റേണൽ എത്തിയിരിക്കുന്നത്. ഏകദേശം കഴിഞ്ഞ ഒരു ട്രേഡിംഗ് സെഷൻസ് ആയിട്ട് പരിശോധിക്കും സെപ്റ്റംബർ 30 മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും 10%-ത്തിനടുത്തൊരു റിട്ടേൺ ഈ ഓഹരിയിലും ഉണ്ടായിട്ടുണ്ട്. സോ ഇറ്റേണലിലുള്ള ഈ ഒരു റാലിയെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഒരു സമയമായിട്ടുണ്ടോ ഇറ്റേണലിൻ്റെ ഓഹരികളിൽ? താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഇറ്റേണലിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും നമ്മൾ ആസ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ശ്രദ്ധിക്കേണ്ടത് ഇന്ന് ഇറ്റേണലിന്റെ റിസൾട്ട് വരാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. സർ, ഒപ്പം തന്നെ ചില ഡിഫൻസ് ഓഹരികളിലേക്ക് വരികയാണ്. അതിൽ ആദ്യത്തേത് BELമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. BELനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസ് ആയിട്ട് ഒരു കൺസോൾട്ടേറ്റഡ് ഫേസിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. ഇന്നലെ 1.5%-ത്തിനടുത്തൊരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. 410.25 എന്നൊരു ഇൻട്രാഡേ ഹൈയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ BEL ഓഹരികളുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? BELന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തുടരുന്നു. ബട്ട് എക്സ്ട്രീം ഷോർട്ട് ടേം നോക്കുമ്പോഴേക്കും നമുക്ക് ഒരു കൺസോൾട്ടേഷനെ കാണാൻ സാധിക്കുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 390 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയൊരു ബൈ ട്രിഗർ നമുക്ക് ലഭിക്കണമെങ്കിൽ 420 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. സർ, ഒപ്പം തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്ക് കൂടി വരികയാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ഒരു ജൂൺ മാസം 6-ാം തീയതിയോടുകൂടി ഒരു പുതിയൊരു ഓൾ ടൈം ഹൈ എത്തിയതിനു ശേഷം പിന്നീട് ഈ ഓഹരിയിൽ ഒരു തുടർച്ചയായിട്ടൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവിടെ നിന്ന് ഏകദേശം സെപ്റ്റംബർ 11 ഒരു ബൗൺസ് ബാക്ക് നടത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും ആ ഒരു ലെവലിൽ നിന്ന് ഒരു ബിയറിഷ് സെൻറ്റിമെൻറ്റ്സിലേക്കാണ് ഓഹരി ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. സോ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരികളിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ പേഴ്സണലി വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയായിരിക്കും? കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ്വേസും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ്വേസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിൽ ഓൾറെഡി നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1590 രൂപയിലായിരിക്കും സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ശക്തമായിട്ട് ഒരു ബ്രേക്ക് ഔട്ട് ലഭിക്കണമെങ്കിൽ 1880 മുതൽ 2000 രൂപ ഈ റേഞ്ചിൽ വളരെ മേജർ റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ. ബട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിനോടൊപ്പം നമ്മൾ പഠിക്കേണ്ട മറ്റൊരു ഷിപ്പ് ബിൽഡിംഗ് സ്റ്റോക്ക് ഇസ് മാസഗോൺ ഡോക്ക്. മാസഗോൺ ഡോക്കിന്റെ കേസിൽ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട് ഈ ഒരു സ്റ്റോക്ക് കൺസോൾട്ടേഷൻ നടത്തി വരുന്നു. വളരെ ലോ റിസ്കിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഈ സ്റ്റോക്കിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോക്കിൽ നമ്മൾ ഇന്നത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 2885 മുതൽ 2925 വരെ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വളരെ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം.
അപ്പോളോ മൈക്രോസിസ്റ്റത്തിലെ കൂടിയാണ് അടുത്തതായിട്ട് വരുന്നത്. അപ്പോളോ മൈക്രോസിസ്റ്റത്തെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ഒരു ജൂലൈ 31 മുതൽ ഏകദേശം ഒരു സെപ്റ്റംബർ പകുതി വരെയുള്ള ഒരു സമയം പരിശോധിക്കുമ്പോഴേക്കും 100% ഒരു റിട്ടേൺ നൽകിയ ഒരു ഓഹരി കൂടിയായിരുന്നു അപ്പോളോ മൈക്രോസിസ്റ്റം എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നീട് ആ ഒരു ഹൈ ലെവൽസിലൊരു കൺസോൾട്ടേഷനാണ് കാണാൻ സാധിച്ചിരുന്നത്. എന്നാൽ പിന്നീട് വീണ്ടും കൃത്യമായി പറയുകയിൽ ഈ ഒരു ഒക്ടോബർ ആരംഭിച്ചതിന് ശേഷം ഒക്ടോബർ 6 ശേഷം പിന്നീട് ആ ഒരു ഹൈ ലെവൽസിൽ നിന്നൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ഒരു ഓഹരിയിൽ നടന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. സോ ഈ ഒരു ഇടിവിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ ഒരു ഇടിവിൽ ഏതെങ്കിലും തരത്തിലുള്ള അവസരം താങ്കൾ കാണുന്നുണ്ടോ? അപ്പോളോ മൈക്രോ സിസ്റ്റം ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ബട്ട് അറ്റ് ദിസ് മൊമെന്റ് ഈ സ്റ്റോക്കിലെ ഷോർട്ട് ടേം നോക്കുമ്പോഴേക്കും ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നത്. കറന്റ് ലെവൽസിൽ നമുക്ക് ഒരു ലോ റിസ്ക് ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന്റെ ആദ്യത്തെ ഒരു മേജർ സപ്പോർട്ട് ഏരിയ 290, ഇന്നലെ മുതൽ ആ ഒരു സപ്പോർട്ട് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ആ ഒരു ലെവല് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരും സെഷൻസിൽ ലോ റിസ്ക് ബൈങ് അവസരം ലഭിക്കും. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് കാണുന്ന മേജർ സപ്പോർട്ട് 270 രൂപയിലെ കാണുന്നുള്ളൂ. സോ ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. സർ, അടുത്തായിട്ട് GMR എയർപോർട്ട്സിലേക്കാണ് വരുന്നത്. GMR എയർപോർട്ട്സിലെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോൾ ഇന്നലെ 1.5% നേട്ടം നൽകിക്കൊണ്ടായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? GMR എയർപോർട്ടിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി കാണുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 84 രൂപയിലായിരിക്കും സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ സസ്റ്റൈനബിൾ ആയിട്ട് ഒരു അപ്പ് നമുക്ക് ലഭിക്കണമെങ്കിൽ 94 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. അടുത്തായിട്ട് IT സെക്ടറിൽ നിന്നുള്ള HCL ടെക്കിലേക്കാണ് വരുന്നത്. HCL ടെക്കിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ വളരെ ഫ്ലാറ്റ് ആ ഒരു ടോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു റിസൾട്ട് വരുന്നതിന് മുന്നോടിയായിട്ട് ഈ ഓഹരിയിൽ വളരെ ശക്തമായിട്ടുള്ളൊരു ബൗൺസ് ബാക്ക് നടത്താൻ ശ്രമിച്ചതായിട്ടും കാണുന്നുണ്ട്. സോ HCL ടെക് ഓഹരികളിലുള്ള ലോങ് ടേമിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? HCL ടെക്കിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായി കണ്ടിന്യൂ ചെയ്യുന്നു. സോ ഈ സ്റ്റോക്കിൽ നമുക്ക് ആക്ച്വലി ഷോർട്ട് ടേം ട്രേഡിംഗ് ഒരു ബുള്ളിഷ് സെറ്റപ്പ് റെഡിയായി വരുന്നുണ്ട്. ബട്ട് ദിസ് വിൽ ബി എ ഹൈ റിസ്ക് ട്രേഡ്. നമ്മൾ ആ ഒരു ഹൈ റിസ്ക് ട്രേഡിന് പ്രിപ്പയർഡ് ആണെങ്കിൽ ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ആദ്യത്തെ 1510 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 1560. നമുക്ക് ലോങ് ടേം ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 1600 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. നമ്മൾ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 1458 രൂപ. സർ, അടുത്തായിട്ട് ട്രെൻഡിലേക്കാണ് വരുന്നത്. ട്രെൻഡിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ 2.25% മുകളിലൊരു നേട്ടം നൽകാനായിട്ട് ട്രെൻഡിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരു ബിയറിഷ് സെൻറ്റിമെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു ഇടിവ് തന്നെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. സോ ട്രെൻഡിലുള്ള ഈ ഒരു മുന്നേറ്റത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഏതെങ്കിലും തരത്തിലുള്ളൊരു ട്രെൻഡ് റിവേഴ്സൽ ഈ ഒരു ഓഹരിയിൽ താങ്കൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ നിയർ ടേമിൽ? ട്രെൻഡിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 4590 രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 5500 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. സോ അടുത്തായിട്ട് മറ്റൊരു ടാറ്റ കമ്പനിയായിട്ടുള്ള ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷനിലേക്ക് കൂടിയാണ് വരുന്നത്. ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോൾ ഈ അടുത്തായിട്ട് ഈ ഒരു ടാറ്റ ക്യാപിറ്റലിൻ്റെ IPOയുമായി ബന്ധപ്പെട്ട ധാരാളം ഒരു മൂവ്മെൻറ്റ് വന്നൊരു ഓഹരി കൂടിയായിരുന്നു ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്നാൽ അതിനുശേഷം പിന്നീട് ഇങ്ങോട്ടേക്ക് വളരെ ശക്തമായിട്ടുള്ളൊരു സെൽ ഓഫ്, ഇന്നലെ ഏകദേശം 9% മുകളിലൊരു സെൽ ഓഫിലേക്കായിരുന്നു ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഹരികൾ നീങ്ങിയിരിക്കുന്നത്. സോ ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്ക് സെപ്റ്റംബർ മാസത്തിന് ശേഷം വലിയൊരു കുതിപ്പ് കാണാനുള്ള മെയിൻ റീസൺ വാസ് ടാറ്റ മോട്ടോഴ്സിനുള്ള ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. സോ കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 280 രൂപയിലായിരിക്കും സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സർ, അതിനോടൊപ്പം തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ഓഹരി എന്ന് പറയുന്നത് സ്മോൾ ക്യാപ് സ്പേസിൽ നിന്നുള്ള സ്മോൾ ഫിനാൻസ് ബാങ്ക് ആയിട്ടുള്ള ഇസാഫുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ്. ഒരുപക്ഷെ ഇസാഫിനെ സംബന്ധിച്ചിട്ട് ഒരുപാട് പ്രതീക്ഷകളോടുകൂടി വിപണിയിലേക്ക് എത്തിയ IPOയുമായി വന്നൊരു കമ്പനി കൂടിയായിരുന്നു. എന്നാൽ അതിനുശേഷം നിക്ഷേപകരെ പാടെ നിരാശപ്പെടുന്ന തരത്തുന്ന ഒരു പ്രകടനമാണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 0.5% നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഓഹരി ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. സോ ഇസാഫിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്?
അൺഫോർച്ചുനേറ്റ്ലി ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് ബോട്ടം കണ്ടുവരുന്ന സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഹൈവേഴ്സ് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 27 രൂപ 80 പൈസയിലായിരിക്കാം സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 31 രൂപ 50 പൈസയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. സർ, അടുത്തായിട്ട് ഇന്ത്യൻ ബാങ്കിൻ്റെ ഓഹരികളിലേക്ക് കൂടി വരികയാണ്. ഇന്ത്യൻ ബാങ്കിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഓഗസ്റ്റ് അവസാനത്തോടു കൂടി വളരെ ശക്തമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസ് ആയിട്ട് പരിശോധിക്കുമ്പോഴേക്കും ചില പ്രോഫിറ്റ് ടേക്കിംഗ് സെഷൻസ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പൊതുവെ വളരെ ശക്തമായിട്ട് റിട്ടേൺ നൽകിയ ഓഹരി കൂടിയാണിത്. ഇന്നലെയും ഏകദേശം 1% നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. സോ ഇന്ത്യൻ ബാങ്ക് ഓഹരികളുള്ള താങ്കളുടെ ഒരു പേഴ്സണൽ വ്യൂ എന്താണ്? ഇന്ത്യൻ ബാങ്കിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നുണ്ട്. കൈസ് ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 760 സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 795, അതിനുശേഷം 812, അതിനുശേഷം 830. സർ, അടുത്തായിട്ട് ഫെഡറൽ ബാങ്കിൻ്റെ ഓഹരികളിലേക്ക് കൂടിയാണ് വരുന്നത്. ഫെഡറൽ ബാങ്കിൻ്റെ ഓഹരികളെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും ഒക്ടോബർ 6 മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോൾ ഏകദേശം 13% മുകളിലുള്ളൊരു നേട്ടം നൽകിയ ഓഹരി കൂടിയാണ്. ഇന്നലെയും ഏകദേശം 0.5% നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. ഫെഡറൽ ബാങ്ക് ഓഹരികളിലുണ്ടായ ഈ റീസെൻ്റ് ആയിട്ടൊരു മൂവ്മെൻറ്റിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒരു ബുള്ളിഷ് റാലിയിലേക്കാണ് ഫെഡറൽ ബാങ്ക് ഓഹരികൾ നീങ്ങുന്നത്? അല്ല, നമുക്ക് ഒക്ടോബർ മാസത്തിന്റെ തുടക്കം മുതൽ തുടർച്ചയായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് വെരി നാച്ചുറലി ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് 220, 223 ഈ റേഞ്ചിൽ വളരെ മേജർ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്കിനെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ട്രേഡിങ്ങിന് ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഇന്നത്തെ സ്റ്റോപ്പ് ലോസ് 214 രൂപയിലായിരിക്കണം. സർ, അപ്പോൾ തന്നെ CSBയിലേക്ക് കൂടി വരികയാണ്. CSB ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? CSBയുടെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 379 രൂപ. നമുക്കൊരു ട്രെൻഡ് ബ്രേക്ക് ഔട്ട് ലഭിക്കണമെങ്കിൽ 403 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. അടുത്തതായിട്ട് കേരള ബേസ്ഡ് ആയിട്ടുള്ള കിറ്റക്സ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ചില ഓഹരികളിലേക്കാണ് വരുന്നത്. ആദ്യത്തേത് കിറ്റക്സ് ഗാർമെൻറ്റ്സ് തന്നെയാണ്. കിറ്റക്സ് ഗാർമെൻറ്റ്സ് ഇന്നലെ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ കിറ്റക്സ് ഗാർമെൻറ്റ്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കിറ്റക്സിന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ 4-5 മാസമായിട്ട് ഒത്തിരി സെല്ലിംഗ് പ്രഷർ ആയിരുന്നു കാണാൻ സാധിച്ചു. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിരുന്നു. ഹൗവർ നമ്മൾ ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഇതിന്റെ പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് 160, 200, 220 ഈ റേഞ്ചിലൊക്കെ കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. നമ്മളൊരു എക്സ്ട്രാ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ നമുക്ക് ആക്ച്വലി കറന്റ് ലെവൽസിൽ ഒരു പൊസിഷൻ എടുക്കാൻ സാധിക്കും. അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 175 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 202, അതിനുശേഷം 223. കിറ്റക്സിനോടൊപ്പം തന്നെ എന്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്ന മറ്റൊരു സ്റ്റോക്ക് ഗോകുൽദാസ് എക്സ്പോർട്സ്. ഗോകുൽദാസ് എക്സ്പോർട്സിന്റെ കേസിലും വളരെ സിമിലർ പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ നമ്മൾ ആദ്യം ഫേസ് ചെയ്യുന്ന റെസിസ്റ്റൻസ് 780, അതിനുശേഷം 840, 880. 880ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. കിറ്റക്സ് ഗാർമെന്റ്സ്, KPR മിൽസ്, ഗോകുൽദാസ് എക്സ്പോർട്സ് ഇതൊക്കെ ട്രംപിന്റെ ടാരിഫ് നയത്തെ തുടർന്നായിരുന്നു ഈ സ്റ്റോക്കിലേക്ക് ഇത്രയും വലിയ ഇടിവ് നടന്നത്. ഒരുപക്ഷെ ഈ ചാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇന്ത്യ ആൻഡ് US തമ്മിലുള്ള ടാരിഫ് ഇതിലൊരു കൺസെൻസസിലോട്ട് ഒരുപക്ഷെ നമ്മൾ നീങ്ങുന്നുണ്ടാകാം. സർ, അതിനോടൊപ്പം തന്നെ മറ്റൊരു ചില ഓഹരിയിലേക്ക് വരികയാണ്. ആരത്തി ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഇന്നലെ 0.5% നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലോ ലെവൽസിലാണ് കഴിഞ്ഞ കുറേ നാളായിട്ട് ഈ ഓഹരിയിൽ ഒരു കൺസോൾട്ടേഷൻ നടന്നിരിക്കുന്നത്. ഈ ഓഹരിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ആർത്തി ഇൻഡസ്ട്രിയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. നമുക്ക് ഈ സ്റ്റോക്കിലെ ബോട്ടം കണ്ടുവരുന്ന സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധയോടെ വേണം ഈ സ്റ്റോപ്പ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ. 367 രൂപയിലായിരിക്കാം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 403, ലോങ് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 423 രൂപയുടെ റെസിസ്റ്റൻസ് ലെവൽസ് ഇത് ബ്രേക്ക് ചെയ്യണം. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തു.
ഏതായാലും നമ്മളുടെ ഇന്നത്തെ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ നൽകിയിരിക്കുന്ന ഇൻഫർമേഷൻസ് എല്ലാം തന്നെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. യാതൊരു തരത്തിലുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് ഒരു രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ അഡ്വൈസ് ഇട്ടതിന് ശേഷം മാത്രം നടത്തുക. അല്പസമയത്തിനകം മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് ഡീറ്റെയിൽസും സ്റ്റോക്ക് ന്യൂസും ഒക്കെ ആയിട്ട് നിങ്ങളോടൊപ്പം മാർക്കറ്റ് സ്ക്രീനറിൽ വിഷ്ണുവും സഫാനും ജോയിൻ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.